ഹലോ. അപ്പോൾ ഞാൻ ലോക സിനിമക്ക് കണ്ടിട്ട് ഞാൻ വന്നപ്പോൾ പിന്നെ യൂട്യൂബ് തുറന്നു നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഈ ചാത്തന്മാരും അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ചാത്തൻ, യക്ഷി, പിന്നെന്താ മറുതൻ, ഒടിയൻ. അപ്പോൾ ഇതിൻ്റെ പിന്നെ അതിലുള്ള ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളെ കുറിച്ച് ഫുള്ള് ചർച്ചകളും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കും പണ്ട് മുതൽക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാത്തൻ, യക്ഷി, പാരനോർമൽ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, പാരാസൈക്കോളജി ഫീൽഡൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഈ ഓജോ ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ തപ്പി പോവാറുണ്ട്. അപ്പോൾ ഈ എന്താണ് ശരിക്കും ഈ പ്രേതം? പ്രേതം ശരിക്കും ഉണ്ടോ? ഇപ്പൊ ഇല്ലാന്നാണെങ്കിൽ അപ്പൊ ഈ കാണുന്നവരൊക്കെ കള്ളം പറയാണോ? എന്താണ് ശരിക്കും ഈ പ്രേതം എന്നുള്ളത്? ഇപ്പൊ ഈ യക്ഷി, എന്താണ് ഈ യക്ഷി? ശരിക്കും യക്ഷി എന്താണ്? എങ്ങനെയാണ് ഒരു യക്ഷിന്റെ ഒരു കഥകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇനി അതല്ല, ഇപ്പൊ എന്താ, നമ്മളെ വേറൊരു പ്രേതം നമ്മുടെ ശരീരത്തിലേക്ക് കയറുക. ഇപ്പം ലോകയില് യക്ഷിനൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി അതല്ലാതെ ഇപ്പൊ ഒരു എന്താ പറയാ, ഒടിയനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നിഞ്ച ജാപ്പനീസ് രീതിയിലാണ് ഒടിയനെ ആരാണ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം ചാത്തനെ ആണെങ്കിലും ഒക്കെ ഒരു മോഡേണൈസേഷൻസോട് കൂടിയിട്ടാണ് ലോകയിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം തന്നെ ചാത്തൻ്റെ ഒരുപാട് കാര്യങ്ങൾ, യക്ഷിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ചാത്തൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവൻ പിന്നെ അതുപോലെ പാർവതി അവരുടെ ഒരു മറ്റൊരു വേഷം മാറി പിന്നെ അവർക്കുണ്ടായൊരു മക്കളാണ്. അപ്പം ഒരു ചാത്തൻ, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നുള്ള രീതിയിൽ ചാത്തൻ വന്നു. പിന്നെ യുദ്ധത്തിൻ്റെ ഇടയിൽ രക്തത്തുള്ളികളാണ് ചാത്തൻ്റെ ഇത്രയും വേർഷൻസ്, 300 എത്രയും 390 ചാത്തന്മാരായിട്ട് വന്നത് എന്നുള്ളതാണ്. പക്ഷെ അതല്ലാതെ അത്രയും കുട്ടികൾ അവർക്ക് ഉണ്ടായിരുന്നൊക്കെ ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഇതിനുണ്ട്. അപ്പോൾ എന്ത് ആ അപ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് പ്രേതം എന്ന് പറയുന്നതിൻ്റെ എക്സാക്ട് മീനിങ് എന്ന് വെച്ചാൽ ശവം എന്നുള്ളതാണ് മലയാളത്തിൽ പ്രേതം. പിന്നെ അതിനെ ഒരു പേടി, മനുഷ്യൻ അറിയാത്ത ഏത് കാര്യത്തിനും ഒരു പ്രത്യേകമായിട്ട് മനുഷ്യൻ വിവരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പല ആൾക്കാർ പ്രേതത്തിനെ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒരു യാത്ര, ഞാനും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അതിൽ കുറച്ചും കൂടി റിസർച്ച് ചെയ്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒന്ന് നടത്തി നോക്കാം. ഇനിയിപ്പം പ്രേതങ്ങളുണ്ടെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ ഷർജാസേ വരുന്നോ? എൻ്റെ പ്രേതം എന്താണ്, എൻ്റെ കൺസെപ്റ്റിൽ എന്താ പ്രേതം എന്നുള്ളത് ഈ പറയുന്നു. ഈ പ്രേതത്തിനെ കണ്ടിക്കണോ? എന്തെങ്കിലും കാണാം. ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ പ്രേതം ഉണ്ടോ ഇല്ലേ അങ്ങനെ എന്തെങ്കിലും? വിശ്വസിക്കണില്ല. പ്രേതത്തിനെ പേടിയാണോ? പള്ളികാട്ട് പോയാലോ? ഞാൻ പോരും, എനിക്ക് പേടിയാ. അപ്പോ എന്റെ കൺസെപ്റ്റിൽ എന്താ പ്രേതം എന്ന് പറയണ ഇപ്പൊ അപ്പൊ കാണുന്നവരൊക്കെ കള്ളം പറയാന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. എങ്ങനെയാ അപ്പൊ പ്രേതത്തിനെ കണ്ടെന്ന് ഒരാൾ പറഞ്ഞു വന്ന പ്രേതം നായല്ല. പ്രേതമുണ്ടോ? പ്രേതമുണ്ടോ? ഇല്ല. അത് ഈ കണ്ടെന്ന് പറയണ എന്താ? അപ്പൊ കണ്ടെന്ന് പറഞ്ഞത് പണ്ട് മുതലേ മനുഷ്യന്മാര് എന്തിനേലൊക്കെ പേടിക്കും. ഇപ്പൊ പണ്ട് കാടാണെങ്കിൽ അവിടെ പോകുമ്പോ മൃഗങ്ങളെ ഇപ്പൊ ഈ ഒരു ഭയങ്കര ലൈറ്റ് വെളിച്ചത്തൂടെ ഒക്കെ പോകുമ്പോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ രാത്രി കിടന്നുറങ്ങുമ്പോ മൃഗവും ആനയൊന്നും വരില്ല. എന്തെങ്കിലും റീസൺ ആണ് പേടിക്കാൻ, അതാണ് പറയാം. അപ്പൊ നമ്മുടെ ഇമാജിനേഷൻ ആണ്, നമ്മുടെ മൈൻഡിൽ കയറിയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഈ മരിക്കണ ആൾക്കാരൊക്കെ ആത്മാവ് അതൊക്കെ എന്താ ആയി പോണേ? അല്ലെ മരണം എന്താണ്? മരണം എന്ന് പറഞ്ഞത് ബോഡി നിശ്ചലാവുന്ന മരണം. ആത്മാവ് ഇവിടെ പോയി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ആത്മാവ് ജിന്ന്, എക്സിസ്റ്റിംഗ് ആയിരിക്കും. ചാത്തൻ, കുട്ടിച്ചാത്തൻ, അങ്ങനത്തതൊക്കെ അതൊക്കെ ഓരോ വേർഷൻസ് ഓഫ് പേടികൾ മാത്രം. ഓക്കെ. അപ്പൊ ഇമാജിനേഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷെ
അപ്പൊ ഈ പറയുന്ന ആൾ ജാസ്മിൻ എന്താ പറഞ്ഞത് ഏയ് അപ്പോ നമുക്ക് നമ്മുടെ ചുറ്റും കുറേ സാധനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ കാണാത്തതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പേരിട്ട് നമ്മൾ വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ചാത്തനേറ് അല്ലെങ്കിൽ ഓടിന്റെ മുകളിലേക്ക് ചാത്തനെറിയുന്ന, പിന്നെ അതിൻ്റെ അപ്പുറം യക്ഷിയാണെങ്കിൽ ബ്ലഡ് കുടിക്കുന്നത്. അപ്പം ഈ വേർഷൻ ഓഫ് സാധനങ്ങൾ ഇപ്പോൾ ഡ്രാക്കുള, രക്തേഷസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങൾ അങ്ങനെ. ഇപ്പം നിങ്ങൾ പല ബുക്സുകൾ വായിക്കുകയാണെങ്കിലും പല സംഗതികളെ കുറിച്ച് നിങ്ങൾ തേടി പോവുകയാണെങ്കിലും ഈ വേർഷൻ ഓഫ് സാധനങ്ങൾ ഒരുപാട് കാണാം. ബ്ലഡ് എന്താ പറയുക കുടിക്കുന്ന, അല്ലെങ്കിൽ കഴുത്തിന് കടിച്ചിട്ട് ബ്ലഡ് കുടിക്കുക എന്നുള്ള ഒരു വേർഷൻ ഓഫ് സാധനങ്ങളാണ് യക്ഷികൾ വരുന്നത്. ചാത്ത എന്ന് പറയുമ്പം ഈ ജാലവിദ്യകളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ആരാധിക്കുക, അതിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പണ്ടുകാല പല മന്ത്രവാദികൾ ഇതിനു വേണ്ടിയിട്ട് ഇവരെ പൂജിച്ചിരുന്നു, പ്രസാദിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ഒടിയൻ. ഒടിയൻ എന്ന് പറഞ്ഞാൽ വേഷം മാറി വന്നിട്ട് ഇപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ, അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെന്നില്ല. പക്ഷേ ലോകിയയിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മിക്സ്ചറാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളെ നാടൻ ഈ ഒരു ഒടിയൻ എന്ന് പറയുന്നതും ജാപ്പനീസ് രീതിയിലുള്ള നിഞ്ച എന്നുള്ള സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് സാധനം. അതിൻ്റെ വെപ്പൺസ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് പ്രേതം എന്നുള്ള കാര്യങ്ങൾ. ഇതിലൊന്നും കൂടി ഓരോരോ ആളുകളെ കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പോൾ യക്ഷിയാണെങ്കിലും മർദ്ദനാണെങ്കിലും പിന്നെ ഒടിയൻ, ഇതിലൊക്കെ ഓരോന്നായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഞാൻ സംസാരിച്ചു പോകാം. അപ്പം ഇന്ന് ഇവിടെ ഉണ്ടായതിന് കുറച്ച് ആൾക്കാരുടെ ഒപ്പീനിയനാണ്, അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ സംസാരിച്ച് പോയതാണ്. അപ്പം ഇനി വരുമ്പം ഇതിനെക്കുറിച്ച് എക്സ്പേർട്ടായിട്ട് അനസൊക്കെ സംസാരിക്കാൻ പറ്റല്ലേ അനസ്? അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ മറ്റു ടോപ്പിക്സ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകും. ഇതുപോലെ എങ്ങനെ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം അല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ സെറ്റ് ചെയ്യാം. ഓക്കെ എന്നാൽ ശരി.